നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ശിശുദിനത്തെ കുറിച്ചാണ്. 1889 നവംബർ 14-നാണ് നെഹ്റു ജനിച്ചത്. കുട്ടികളുടെ ഇഷ്ടചങ്ങാതിയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ ഭാവിക്കായി കരുതലോടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന ഉറച്ച വിശ്വാസമുള്ള ആളായിരുന്നു നെഹ്റു. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. നെഹ്റുവിന്റെ കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഇത്രയും ഉന്നത സ്ഥാനം വഹിച്ചയാളുടെ ജന്മദിനം എങ്ങനെ ശിശുദിനമായി മാറിയെന്ന് എന്റെ സഹോദരങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. എന്തെല്ലാം തിരക്കുകൾ ഉണ്ടായാലും കുട്ടികളെ കണ്ടാൽ അദ്ദേഹം അവരുമായി ചിലവഴിക്കാൻ സമയം കണ്ടെത്തുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അതിലുപരി കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കാനായി മികച്ച വിദ്യാഭ്യാസം ഒരുക്കുകയും അവരിൽ ഗവേഷണ കഴിവ് വളർത്തുവാനായി ദേശീയ ശാസ്ത്ര വ്യവസായിക ഗവേഷണ കൗൺസിൽ സ്ഥാപിക്കുകയും ചെയ്ത മഹാനായിരുന്നു നെഹ്റു. കുട്ടികൾക്ക് നെഹ്റുജി പ്രധാനമന്ത്രി മാത്രമായിരുന്നില്ല, അവരുടെ പ്രിയപ്പെട്ട ചാച്ചാജിയായിരുന്നു. ഇന്ത്യയിൽ ചില സാംസ്കാരിക പരിപാടികളും ആഘോഷങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ശിശുദിനം ആഘോഷിക്കുന്നു. എന്നാൽ അതിന്റെ പ്രാഥമിക ലക്ഷ്യം പോലും ആരും മനസ്സിലാക്കുന്നില്ല. കുട്ടികളുടെ ദിനം കുട്ടികളുടെ പരിപാലനത്തിനായി നീക്കിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും കുട്ടികൾക്ക് വളരെയധികം പരിഗണന ആവശ്യമാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായ വ്യത്യാസമില്ലാതെ കുട്ടികളെ പീഡിപ്പിച്ച് വലിച്ചെറിയുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ശിശുദിനം എന്നത് വെറും ഒരു ദിവസത്തിന്റെ ആഘോഷമല്ല, കുട്ടികൾ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട നീതി ദിവസമാണ്. ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ മാനസിക സംഘർഷം നേരിടുന്നു. കുട്ടികൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ തെരഞ്ഞെടുക്കുന്നത് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഈ ശിശുദിനത്തിൽ മാതാപിതാക്കളെ പേടിക്കുന്ന കുട്ടികളായിട്ടല്ല, മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കുന്ന മക്കളായി നമുക്ക് മാറാം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. നെഹ്റുവിന്റെ വാക്കുകൾ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.